ഹലോ, എൻ്റെ പേര് മെഹഫൂസ് ആണ്. ഹലോ, എൻ്റെ പേര് നവ്യ. ഞാൻ PG കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എനിക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി ജർമ്മനി പോകുന്നുണ്ടൊരു തോട്ട് വരുന്നത്. ഞാൻ PG ഓൾറെഡി കഴിഞ്ഞതാണ്. സോ ഒരു സെക്കൻഡ് മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തു. കുറേ അന്വേഷിച്ചു. അങ്ങനെ ഒരു ഫ്രണ്ട് വഴി കോഴിക്കോട് യൂണിവേഴ്സൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഈ ഏജൻസിയിൽ IELTS ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ഇൻ്റർനാഷണൽ കോഴ്സാണ്. സോ ഇംഗ്ലീഷ് മാൻഡറ്ററി ആണ്. സോ യു നീഡ് ആൻ IELTS. അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സൽ സ്റ്റഡി കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം ഒരു മാസത്തെ കോഴ്സ് ചെയ്തു. പിന്നെ ഒരു 15 ദിവസം കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. IELTS എടുത്തു. ആഫ്റ്റർ 1.5 months ആണ് ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ 1.5 months ഞാൻ IELTSന് അപ്ലൈ ചെയ്തു. IELTS എടുത്തു. ആൻഡ് 8 ആണ് ബാൻഡ് സ്കോർ കിട്ടിയത്, വിച്ച് ഇസ് C1. ലിസണിങ്ങിന് 9ഉം റീഡിങ്ങിന് 8ഉം സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഒരു 1.5 മാസം മാത്രമാണ് ഞാൻ പഠിച്ചത്. ഇവിടെ ജിതിൻ സാറിൻ്റെ അണ്ടറിലാണ് പഠിച്ചത്. ജിതിൻ സാറിൻ്റെ അണ്ടറിലാണ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നത്. ക്ലാസ്സസിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ സ്ട്രക്ചറിലായിരുന്ന ക്ലാസ്സസ് ആയിരുന്നു. എവറി വീക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മൺഡേസ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവസാനം 8 ബാൻഡ് കിട്ടി. കാരണം അവിടുത്തെ സ്ട്രക്ചർ വളരെ ഈസിയാണ്. പിന്നെ അവിടുത്തെ സ്ട്രാറ്റജീസും കൊള്ളാം. റീഡിങ്ങിൽ 9 കിട്ടാനായി. അതുപോലെ ലിസണിങ്ങിൽ 8.5 കിട്ടി. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കേൾക്കുന്നു. താങ്ക് യു. സോ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത് ദിസ് യൂണിവേഴ്സൽ സ്റ്റഡിക്കും ജിതിൻ സാറിനും a lot of thanks. Plan another sequel, then you write it down. The command, the upheaval, as high as the